ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ഗോപാലകൃഷ്ണൻ അരികിലേക്ക് എത്തിയ രാഘവൻ നായരെ അതിശയത്തോടെ ഗോപാലകൃഷ്ണൻ സ്വീകരിക്കുന്നു. എന്താ രാഘവൻ നായരെ ഈ വഴിയൊക്കെ എന്ന് ഗോപാലകൃഷ്ണൻ അന്വേഷിച്ചപ്പോ രാഘവൻ നായർ പറഞ്ഞു, അത് ശരി, സത്യത്തിൽ ഈ ചോദ്യം ഞാൻ അങ്ങോട്ടല്ലേ ചോദിക്കേണ്ടത് ഗോപാലകൃഷ്ണ. സത്യത്തിൽ ഈ വീട്ടിൽ നിന്ന് എന്റെ മക്കൾ രണ്ടുപേരും പെൺകുട്ടികളെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നത്. അപ്പോ ഈ കുടുംബത്തിന്റെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് ഞങ്ങളുടെ കൂടി കടമയാണല്ലോ എന്ന് ഗോപാലകൃഷ്ണനോട് രാഘവൻ നായർ അന്വേഷിച്ചു. അല്ല, അന്വേഷിക്കാതിരുന്നില്ല എന്ന് വേണം സത്യത്തിൽ പറയുവാൻ. കാരണം ഇടയ്ക്ക് ഈ വീടിനെ കുറിച്ച് അന്വേഷിച്ചപ്പോ ഇവിടുന്ന് ശാലിനി IAS കോച്ചിങ്ങിനായി പോയെന്ന് പറഞ്ഞു കേട്ടു. IAS ട്രെയിനിങ്ങിനായി പോയെന്ന്. സിവിൽ സർവീസ് ട്രെയിനിങ്ങിന് പോയ ശാലിനി മടങ്ങിയെത്തിയില്ല. ശാരദാമയാണെങ്കിൽ ഏതോ തമിഴ്നാട്ടിലെ അവിടുത്തെ ഏതോ ഒരു കടയിലും ഒരു തട്ടുകടയിൽ ജോലി ചെയ്യുന്നു. പിന്നെയുള്ളത് ശാരികയാണ്. ശാരികയുടെ ഫോൺ നമ്പർ പോലും ആരുടെ കയ്യിലും ഇല്ലാതാനും. അതുകൊണ്ടാണ് ശ്യാമ ഇവിടേക്ക് തിരിഞ്ഞു പോലും നോക്കാത്തത്. അങ്ങനെയാണെങ്കിലും ഇടയ്ക്ക് ശാലിനിയെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ എന്നറിയാനായി വിഷ്ണു ഈ വഴി വന്നിരുന്നു. അന്ന് ഈ വീടും പരിസരവും ഒക്കെ കണ്ടപ്പോ വിഷ്ണുവിന് ആകെ പ്രതീക്ഷയുണ്ടായി. ആകെ അന്നുണ്ട് പ്രവർത്തിച്ചിരുന്നത് ഈ കുടുംബശ്രീ ഹോട്ടൽ മാത്രമാണ്. അതാണെങ്കിൽ ആ ശാന്തയെ ഏൽപ്പിച്ചിട്ടാണല്ലോ ശാരദാമ്മ പോയത്. ശാന്തയ്ക്ക് കുറച്ച് പണമൊക്കെ അങ്ങനെ കിട്ടുന്നുണ്ടെന്നാണ് ശാന്ത പറഞ്ഞത്. അന്ന് ശാന്ത വിഷ്ണുവിനോട് പറഞ്ഞിരുന്നു, ഇതുവഴി ആരെങ്കിലും ഒക്കെ വരണമെന്ന്. ഇവിടുത്തെ ചെലവൊക്കെ കഴിഞ്ഞ് മിച്ചം കിട്ടുന്ന പണത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ കണക്കും രേഖകളും ഒക്കെ ഉണ്ടാക്കി വെക്കാൻ ശാന്തയ്ക്ക് ഇവിടെ ആരെങ്കിലുമൊക്കെ വന്നാൽ മാത്രമേ സാധിക്കൂ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോ ആരും അന്വേഷിച്ച് വരാനില്ലാത്തത് കൊണ്ട് ബാക്കി മിച്ചം കിട്ടുന്ന ആ പണം കൊണ്ട് ഈ വീടും പരിസരവും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കുകയും ഈ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുകയും ഒക്കെയാണ് ശാന്ത ചെയ്യുന്നത് എന്നായിരുന്നു വിഷ്ണുവിനോട് ശാന്ത പറഞ്ഞത്. എന്തായാലും ശാന്ത മിടുക്കിയാണ്. എല്ലാം നല്ല വൃത്തിയാക്കി തന്നെ കൊണ്ടു നടക്കുന്നുണ്ടല്ലോ. ഇപ്പോ ഈ വീട്ടിൽ ആൾതാമസമില്ലാത്ത ഒരു വീടാണെന്ന് കണ്ടാൽ പോലും പറയില്ല. അത്ര ഭംഗിയായാണല്ലോ ശാന്ത ഈ വീടും പരിസരമൊക്കെ നോക്കുന്നത്. ശാന്ത മിടുമിടുക്കിയ, അക്കാര്യത്തിൽ ഒന്നും പറയാതിരിക്കാൻ വയ്യ എന്ന് ഗോപാലകൃഷ്ണനോട് രാഘവൻ നായർ അറിയിച്ചു. എല്ലാം കേട്ട ശേഷം ഗോപാലകൃഷ്ണൻ മറുപടി ഒന്നും പറയാതെ അങ്ങനെ നിന്നപ്പോ രാഘവൻ നായർ ചോദിച്ചു, അപ്പോ അതുകൊണ്ടാണ് ഞാനിപ്പോ ഇതുവഴി ഒന്ന് വന്നത്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാമെന്ന് കരുതി. കാരണം ഇപ്പോ ഇവിടെ ചോദിക്കാനും പറയാനും ആരും ഇല്ലെങ്കിലും അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ കഴിയില്ലല്ലോ. എല്ലാത്തിനും ഒരു മുറുക്കം വേണ്ടേ, ഒരു പിടുത്തമൊക്കെ വേണ്ടേ. അതുകൊണ്ടാണ് ഞാൻ ഈ വഴി ഒന്ന് വന്നത്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാനും. പിന്നെ ഈ ചായക്കടയിൽ നിന്ന് മിച്ചം കിട്ടുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ശാന്തിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാനും. ഇച്ചിരി ഉള്ളെങ്കിലും അതിന് ഒരു പിടിപ്പ് വേണല്ലോ. ഞാൻ പറഞ്ഞതൊക്കെ ഗോപാലകൃഷ്ണൻ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? അല്ല, ഗോപാലകൃഷ്ണൻ ഇപ്പോ ഇതുവഴി വന്നതും ആ ഒരു ഉദ്ദേശത്തോടെ ആയിരിക്കും അല്ലെ ഗോപാലകൃഷ്ണ എന്ന് രാഘവൻ നായർ ഗോപാലകൃഷ്ണനോട് ചോദിക്കുന്നു. ഗോപാലകൃഷ്ണൻ രാഘവൻ നായരുടെ ചോദ്യങ്ങൾ കേട്ട് മറുപടിയൊന്നും പറയാനാകാതെ ആകെ നിന്ന് ഒരുങ്ങുന്നത് കണ്ടതോടെ രാഘവൻ നായർ ഗോപാലകൃഷ്ണനോട് സംസാരിച്ചിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് വല്ലാതെ ചുമയ്ക്കുന്നത് പോലെ, ചുമ അനുഭവപ്പെട്ടതുപോലെ ഗോപാലകൃഷ്ണ മുന്നിൽ രാഘവൻ നായർ അഭിനയിച്ചു. വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഗോപാലകൃഷ്ണ, എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഗോപാലകൃഷ്ണനോട് രാഘവൻ നായർ ആവശ്യപ്പെടുന്നു. ഗോപാലകൃഷ്ണൻ ഉടനെ തന്നെ ശാരദ എന്ന് അകത്തേക്ക് നോക്കി ഒന്ന് നീട്ടി വിളിച്ചു. അത് കേട്ടതും എന്തോ ഗോപാലേട്ട എന്ന് അകത്തുനിന്ന് ശാരദാമ്മ അന്വേഷിച്ചു. ശാന്തേ, ദാ ഇവിടെ ഒരു വിരുന്നുകാരൻ വന്നിട്ടുണ്ട്, കുടിക്കാൻ എന്തെങ്കിലും എടുക്ക് എന്ന് പറഞ്ഞു. ശരി ഗോപാലേട്ട എന്ന് പറഞ്ഞ ശാരദാമ്മയുടെ മറുപടി കേട്ടതും രാഘവൻ നായർ ഗോപാലകൃഷ്ണനെ ഒന്ന് നോക്കി. അപ്പോഴേക്കും ഗോപാലകൃഷ്ണൻ പറഞ്ഞു, രാഘവൻ നായർ അകത്തേക്ക് കയറുക എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ രാഘവൻ നായരെ അകത്തേക്ക് ക്ഷണിക്കുന്നു. അവസാനം ഗോപാലകൃഷ്ണന്റെ പിന്നാലെ രാഘവൻ നായരും അകത്തേക്ക് കയറി. അവിടെ സെറ്റിയിൽ വന്നിരിക്കുന്ന ഗോപാലകൃഷ്ണനും രാഘവൻ നായരും ശാരദാമ്മ അവിടേക്ക് ഉടനെ വരുമെന്നുള്ള പ്രതീക്ഷയിൽ നോക്കുമ്പോൾ രാഘവൻ നായർ ശാരദാമ്മയെ കാണാതെയും ശാലിനിയെയും കാണാത്തത് കൊണ്ട് വളരെ സംശയത്തോടെ അകത്തേക്ക് നോക്കി. അത് കണ്ട ഉടനെ ഗോപാലകൃഷ്ണൻ രാഘവൻ നായരോട് പറഞ്ഞു, രാഘവൻ നായർ ഇപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ അല്പം പരിഹാസമൊക്കെ ആണെങ്കിലും സത്യത്തിൽ രാഘവൻ നായരുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരുന്നിരിക്കില്ല പ്രതികരിക്കുക, അതാണ് സത്യം എന്ന് രാഘവൻ നായരോട് ഗോപാലകൃഷ്ണൻ അറിയിച്ചു. ഇങ്ങനെയൊരു തമാശ രൂപത്തിലാണെങ്കിലും എന്നെ കളിയാക്കിയല്ലോ, പരിഹസിച്ചല്ലോ, അതിൽ എനിക്ക് യാതൊരു പരിഭവവും വിരോധവും ഒന്നുമില്ല. സത്യത്തിൽ ഗോപാലകൃഷ്ണൻ ആ പഴയ ഗോപാലകൃഷ്ണൻ അല്ല രാഘവൻ നായരെ. രാഘവൻ നായർ പറഞ്ഞത് ശരി തന്നെയാണ്. 6 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഗോപാലകൃഷ്ണൻ അല്ല ഇപ്പോ രാഘവൻ നായരുടെ മുന്നിൽ ഇവിടെ നിൽക്കുന്നത്.
ആ പഴയ ഗോപാലകൃഷ്ണൻ ആയിരുന്നുവെങ്കിൽ എനിക്കിതൊക്കെ തീർക്കാനായി 6 സെക്കൻഡ് മതിയായിരുന്നോ എന്ന് രാഘവൻ നായരോട് ഗോപാലകൃഷ്ണൻ അറിയിച്ചു. അപ്പോഴേക്കും ശാരദാമ്മ അവിടേക്ക് എത്തി. അല്ല ഗോപാലേട്ടാ, കുടിക്കാൻ എന്താ ചായയോ കാപ്പിയോ എന്ന് ചോദിച്ചിങ്ങി വന്ന ശാരദാമ്മ അവിടെ ഇരിക്കുന്ന വിരുന്നുകാരനെ കണ്ടതും ആ ചോദ്യം മുഴുമിപ്പിക്കാനാകാതെ ഞെട്ടലോടെ നിൽക്കുന്നത് കണ്ട് രാഘവൻ നായർ ശാരദാമ്മയോട് പറഞ്ഞു, ശാരദാമ്മേ, ചായയോ കാപ്പിയോ എന്തായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. രാഘവൻ നായരെ കണ്ടതും ശാരദാമ്മ സംശയത്തോടെ ഗോപാലകൃഷ്ണനെ നോക്കുന്നത് കണ്ട് ഗോപാലകൃഷ്ണൻ പറഞ്ഞു, ശാരദേ, ഞാൻ പറഞ്ഞതല്ല, അല്ലാതെ തന്നെ രാഘവൻ നായർ എല്ലാം മനസ്സിലാക്കി തന്നെ വന്നതാണ്. അത് കേട്ടതും രാഘവൻ നായർ ശാരദാമ്മയെ നോക്കിയിട്ട് പറഞ്ഞു, അതെ ശാരദാമ്മേ, ആണുങ്ങൾക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. രഹസ്യങ്ങൾ അവരുടെ മനസ്സിൽ അങ്ങനെ സൂക്ഷിക്കാൻ കഴിയില്ല. അഥവാ അവർ കള്ളം പറഞ്ഞാലും അത് അവരുടെ മുഖത്ത് പ്രതിഫലിക്കും. എന്നാൽ സ്ത്രീകൾ അങ്ങനെയല്ല. അവർക്ക് എത്ര രഹസ്യവും മറച്ചു പിടിക്കാനുള്ള കഴിവുണ്ട്. അത് എത്ര കാലം വരെ വേണമെങ്കിലും അവരത് മറച്ചു പിടിക്കുകയും ചെയ്യും. സ്ത്രീകൾ രഹസ്യം മറച്ചു പിടിക്കാൻ കഴിയാത്തവരാണെന്നും അവരൊന്നും മനസ്സിൽ അങ്ങനെ മറച്ചു പിടിക്കുകയില്ല എന്നും പറയുന്നത് വെറുതെയാണ് എന്ന് രാഘവൻ നായർ ശാരദാമ്മയോട് പറഞ്ഞു. അത് കേട്ടതും ശാരദാമ്മ ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുമ്പോ രാഘവൻ നായർ പറഞ്ഞു, അതെ, ഞാൻ വന്നത് അവളെ ഒന്ന് കാണാനാണ്. ഇനി എന്തെങ്കിലും മറുപടി പറയണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇതിനൊരു തീരുമാനം എടുക്കണമെങ്കിലും അത് അവൾക്കല്ലേ പറയാൻ കഴിയൂ എന്ന് രാഘവൻ നായർ ശാരദാമ്മയെ നോക്കിയിട്ട് പറഞ്ഞു. അത് കേട്ടതും ഗോപാലകൃഷ്ണനെ ആശങ്കയോടെ ശാരദാമ്മ നോക്കുമ്പോ ശാരദാമ്മയോട് ഗോപാലകൃഷ്ണൻ പറഞ്ഞു, വിളിക്ക് ശാരദേ, അവളെ വിളിക്ക്. അത് കേട്ടതും ശാരദാമ്മ അകത്തേക്ക് നോക്കി മോളെ ശാലിനി എന്ന് ഉറക്കെ വിളിക്കണം. ശാരദാമ്മയുടെ ആ വിളി കേട്ട ശാലിനി എന്താ അമ്മേ എന്ന് മറുപടി അന്വേഷിച്ചതും ശാരദാമ്മ പറഞ്ഞു, എടി മോളെ, ഇങ്ങോട്ട് വാ. അപ്പോഴേക്കും രാഘവൻ നായർ ശാരദാമ്മയുടെ വിളി കേട്ട് ശാലിനി മറുവിളി കേൾക്കുന്നത് വളരെ പ്രതീക്ഷയോടെ രാഘവൻ നായർ നോക്കി. മോളിപ്പോൾ തന്നെ വരുമെന്നുള്ള ആ ഒരു ആകാംക്ഷയിൽ രാഘവൻ നായർ അവിടേക്ക് തന്നെ അങ്ങനെ നോക്കിയിരിക്കുമ്പോ ശാരദാമ്മ ശാലിനിയെ വിളിച്ചത് കേട്ട് എന്താ അമ്മേ എന്ന് ശാലിനി അന്വേഷിച്ചു. എന്ത് പറയുന്നോർത്ത് ശാരദാമ്മ അരികിൽ നിന്ന ഗോപാലകൃഷ്ണനെ നോക്കിയതും ഗോപാലകൃഷ്ണൻ പറഞ്ഞു, അച്ഛൻ വിളിക്കുന്നെന്ന് പറ. അത് കേട്ടതും ശാരദാമ്മ ശാലിനിയെ വിളിച്ചു പറഞ്ഞു, മോളെ, അച്ഛൻ വിളിക്കുന്നു. അത് കേട്ടതോടെ ദാ വരുന്നു അമ്മേ എന്ന് പറഞ്ഞ് റൂമിൽ തുണി മടക്കിക്കൊണ്ടിരുന്ന ശാലിനി ആ തുണി ആ ബെഡിലേക്ക് മടക്കി വെച്ചതിന് ശേഷം ശാലിനി വേഗം പുറത്തേക്ക് ഇറങ്ങിയെത്തി. എന്താ അച്ഛാ വിളിച്ചത് എന്ന് ചോദിച്ച് ശാലിനി ഹാളിലേക്ക് വന്നപ്പോഴാണ് അവിടെ ഇരിക്കുന്ന രാഘവൻ നായരെ ശാലിനി കണ്ടത്. രാഘവൻ നായരെ കണ്ടതും ശാലിനിയും രാഘവൻ നായരും പരസ്പരം ഞെട്ടലോടെ വർഷങ്ങൾക്ക് ശേഷമുള്ള ആ കൂടിക്കാഴ്ചയിൽ അതിശയത്തോടെ പരസ്പരം നോക്കി. രാഘവൻ നായർ അല്പം സന്തോഷത്തോടെ തന്റെ മോളെ ഇത്ര വർഷങ്ങൾക്ക് ശേഷം കണ്ടതിന്റെ ആഹ്ലാദത്തിൽ അങ്ങനെ മൊത്തത്തിലൊന്ന് മകളെ നോക്കി. ശാലിനിയും ഇത് സത്യമാണോ എന്ന് വിശ്വസിക്കാനാകാതെ ആകെ സ്തംഭിച്ചങ്ങനെ നിന്നു. ഉടനെ ഗോപാലകൃഷ്ണൻ ശാലിനിയോട് പറഞ്ഞു, അതെ മോളെ, നിന്നെ വിളിച്ചത് ഞാനല്ല, ഈ അച്ഛനാണ് വിളിച്ചത്. ഉടനെ ശാലിനി ഒന്നും പറയാതെ അങ്ങനെ നിൽക്കുമ്പോ രാഘവൻ നായർ പറഞ്ഞു, വിളിച്ചത് വിശ്വസിച്ചൊന്നുമില്ല, നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. അതും നിന്നെ ഇങ്ങനെയൊന്ന് കാണണമെന്ന് തോന്നി. ആ ഒരു ആഗ്രഹം അച്ഛന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം സാധിച്ചല്ലോ, അത് മതി, അത് മാത്രം മതി എന്ന് പറഞ്ഞു. ആ ആഗ്രഹം സാധിച്ചു എന്ന് പറഞ്ഞ് കണ്ണീരോടെ രാഘവൻ നായർ വേഗം അവിടെ നിന്ന് എഴുന്നേറ്റു. തന്റെ ഊന്നുവടിയിൽ ബലമായി പിടിച്ചുകൊണ്ട് രാഘവൻ നായർ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോൾ ശാലിനി അരികിലേക്ക് ഓടി വന്ന് രാഘവൻ നായരെ പിടിച്ചു നിർത്തി അച്ഛാ എന്ന് വിളിച്ചുകൊണ്ട്. ആ വിളി കേട്ട് ശാലിനി വിഷമത്തോടെ രാഘവൻ നായരെ നോക്കി നിൽക്കുന്നത് കണ്ട് രാഘവൻ നായർ ശാലിനിയെ നോക്കി ചോദിച്ചു, അപ്പോ നീ മറന്നിട്ടില്ല ഈ അച്ഛനെ അല്ലേ എന്ന് രാഘവൻ നായർ അന്വേഷിച്ചതും ശാലിനി വേഗം രാഘവൻ നായരുടെ കാല് പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അച്ഛൻ എന്നോട് ക്ഷമിക്കണം, എന്നോട് പൊറുക്കണം. ക്ഷമിച്ചു എന്നൊരു വാക്ക് പറയാതെ അച്ഛനെ ഞാൻ പോകാൻ അനുവദിക്കില്ല എന്ന് ശാലിനി പറയുമ്പോൾ രാഘവൻ നായർ ഒന്നും മിണ്ടാതെ അല്പനേരം നിന്നു. അതിനുശേഷം ശാലിനിയോട് പറഞ്ഞു, എഴുന്നേക്കാനാ പറഞ്ഞത് എന്ന് പറഞ്ഞ് ശാലിനിയോട് രാഘവൻ നായർ തന്റെ കാലിൽ പിടിച്ച് കരയുന്നത് കണ്ട് എഴുന്നേക്കാൻ നിർബന്ധിച്ചു. ശാലിനി പതുക്കെ എഴുന്നേറ്റതും രാഘവൻ നായർ ശാലിനിയെ നോക്കി. അപ്പോഴേക്കും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശാലിനി പറഞ്ഞു, അച്ഛൻ എന്നെ എത്ര വേണമെങ്കിലും ശകാരിച്ചു, എത്ര വേണമെങ്കിലും വഴക്ക് പറയുകയോ തല്ലുകയോ ചെയ്തു, പക്ഷെ അച്ഛൻ എന്നെ വെറുക്കരുത്, അതുമാത്രം എനിക്ക് സഹിക്കില്ല എന്ന് പറഞ്ഞ് കൈകൂപ്പി പൊട്ടിക്കരഞ്ഞ് ശാലിനി നിൽക്കുന്നത് കണ്ട് രാഘവൻ നായർ ശാലിനിയോട് പറഞ്ഞു, ദേ ഒന്നങ്ങോട്ട് വെച്ച് തന്നാലുണ്ടല്ലോ എന്ന് രാഘവൻ നായർ ശാലിനിയോട് പറഞ്ഞുകൊണ്ട്, അല്ലേ ഗോപാലകൃഷ്ണ എന്ന് ചോദിച്ചപ്പോ ഗോപാലകൃഷ്ണൻ പറഞ്ഞു, പിന്നല്ലാതെ. അപ്പോഴേക്കും രാഘവൻ നായർ ശാലിനിയെ നോക്കിയിട്ട് പറഞ്ഞു, നിന്നെ രണ്ടെണ്ണം പറയാൻ വേണ്ടി തന്നെയാ ഞാൻ വന്നത്, പക്ഷേ
നിന്റെ കണ്ണ് നിറയുന്നത് അച്ഛന് സഹിക്കില്ല മോളെ എന്ന് പറഞ്ഞ് രാഘവൻ നായർ ശാലിനിയെ നോക്കി സങ്കടപ്പെട്ടു. ശാലിനി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അങ്ങനെ രാഘവൻ നായരുടെ മുന്നിൽ നിന്നതും രാഘവൻ നായർ പറഞ്ഞു, മോളെ, നീ ഇങ്ങനെ ഒരു പദവിയിലേക്ക് ഇവിടെ എത്തിയത് എന്തായാലും അച്ഛന് ഒത്തിരി സന്തോഷമായി. സത്യത്തിൽ നിന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കാണാനായി ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൈകൂപ്പി നിൽക്കുന്ന ശാലിനിയെ നോക്കി രാഘവൻ നായർ പറഞ്ഞു, കഴിഞ്ഞതെല്ലാം മറക്കാം, പൊറുക്കാം. ഇനി പരസ്പരം പഴികൾ ചാരിയിട്ടോ വിഴുപ്പലക്കിയിട്ടോ എന്താ കാര്യം? ശാരദാമ്മ എന്ത് പറയുന്നു എന്ന് രാഘവൻ നായർ ചോദിക്കുന്നത് കേട്ട് ശാരദാമ്മ പറഞ്ഞു, എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത് രാഘവേട്ട. സത്യാമ്മയെ പേടിച്ച് വെറുതെ ഒന്ന് തുടങ്ങിയ കളിയാണിത്. പിന്നെ അത് കൈവിട്ടു പോയി. ഓരോ തവണയും സത്യാമ്മയുടെ സത്യം തുറന്നു പറയാനുള്ള ഭയം കാരണം അതിങ്ങനെ കൂടിക്കൂടി വന്നു. അത് ഇത്രത്തോളം എത്തിയത് എന്ന് ശാരദാമ്മ വിഷമത്തോടെ രാഘവൻ നായർ പറഞ്ഞപ്പോൾ രാഘവൻ നായർ ചുപ്പഴിച്ചു. എൻ്റെ മോൻ അനുഭവിച്ച വേദനയോ ഇത്രയും നാളും അവൻ്റെ ടെൻഷനും മനോവേദനയും ഏറി വന്നപ്പോൾ അവന് ഭ്രാന്ത് പിടിക്കുമോ എന്ന് പോലും ഞാൻ ഭയന്നുപോയി എന്ന് രാഘവൻ നായർ പറഞ്ഞു. അത് കേട്ടതും ശാലിനി പറഞ്ഞു, വിഷ്ണുവേട്ടനിൽ നിന്ന് അകന്നു നിൽക്കാനായി, വിഷ്ണുവേട്ടനെ അകറ്റി നിർത്താനായി ശ്രമിച്ചപ്പോൾ ഞാൻ അനുഭവിച്ച വേദന എത്രയാണെന്ന് അച്ഛൻ അറിയാമോ? അന്ന് ഹോട്ടലില് ആ ഫംഗ്ഷനിടയിൽ വെച്ച് വിഷ്ണുവേട്ടന്റെ കണ്ണിൽ പെടാതെ വിഷ്ണുവേട്ടനിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ഞാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ നീറ്റൽ, അതിനുശേഷം വിഷ്ണുവേട്ടൻ കളക്ട്രേറ്റിൽ എന്നെ അന്വേഷിച്ചു വന്നപ്പോൾ വിഷ്ണുവേട്ടന് മുഖം കൊടുക്കാതെ ഞാൻ മറഞ്ഞു നിന്നപ്പോഴുണ്ടായ എൻ്റെ സങ്കടം, പിന്നീട് ഞാൻ ഇവിടെ ഉണ്ട് എന്നറിഞ്ഞ് എന്നെ കാണാനായി ഇവിടേക്ക് ഓടിയെത്തിയപ്പോൾ വിഷ്ണുവേട്ടനെ കാണാതെ ഞാൻ ഇവിടെ ഒളിച്ചിരുന്നപ്പോഴുണ്ടായ എൻ്റെ മനോവേദന, അത് എത്രത്തോളമാണെന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല അച്ഛാ. ഒരു മനുഷ്യന്റെ പ്രാണവായുവാണ് അവന്റെ ജീവൻ നിലനിർത്തുന്നത്. അതുപോലെ തന്നെ വിഷ്ണുവേട്ടൻ എനിക്ക് എൻ്റെ പ്രാണനാണ് അച്ഛാ, എൻ്റെ പ്രാണവായു. ആ പ്രാണവായു ഇല്ലാതെയാണ് ഞാൻ ഇത്രയും നാളും ജീവിച്ചത്. ഒരു സ്വർഗമുണ്ട് എൻ്റെ മുന്നിൽ. ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ ഒരു സ്വർഗമാണ് എനിക്കുണ്ടാവാൻ പോകുന്നത്. എന്നാൽ ആ സ്വർഗം വേണ്ടെന്ന് വെച്ച മരമണ്ടിയാണ് ഞാൻ എന്നിട്ട് ഈ നരകത്തിൽ കിടന്ന് നീറി പുകയുകയാണ് എന്ന് പറഞ്ഞ് ശാലിനി പൊട്ടിക്കരയുന്നത് കണ്ട് രാഘവൻ നായർ ശാലിനിയെ സമാധാനപ്പെടുത്തി. ഇനി മോളെ, നീ ഇങ്ങനെ സങ്കടപ്പെടാതെ എന്ന് പറഞ്ഞ് ശാലിനിയെ രാഘവൻ നായർ സമാധാനപ്പെടുത്തുമ്പോൾ അരികിലേക്ക് ശാരദാമ്മ എത്തി. ഇനി മോളെ, നീ വിഷമിക്കാതെ എന്ന് പറഞ്ഞ് ശാലിനിയെ രാഘവൻ നായരുടെ മുന്നിൽ നിന്ന് കരയുമ്പോൾ ശാരദാമ്മ ആശ്വസിപ്പിക്കുമ്പോൾ, എൻ്റെ വിഷ്ണുവേട്ടൻ എൻ്റെ പ്രാണവായുവാണ് അച്ഛാ. ആ പ്രാണവായു ഇല്ലാതെയാണ് ഞാൻ ഇങ്ങനെ ജീവിക്കുന്നതെന്ന് അച്ഛൻ അറിയുമോ എന്ന് ശാലിനി ചോദിച്ച് കരയുന്നത് കണ്ട് രാഘവൻ നായരെ നോക്കി ശാരദാമ്മ പറഞ്ഞു, കണ്ടില്ലേ, വലിയ കളക്ടറൊക്കെയാ, പക്ഷേ ഒരു പൊട്ടി പെണ്ണ് തന്നെയാ ഇവളിപ്പോഴും. കണ്ടില്ലേ രാഘവേട്ട, ഇവള് കിടന്ന് കരയുന്നത്. ഇങ്ങനെ ഒരു പൊട്ടി പെണ്ണ് എന്ന് പറഞ്ഞ് ഓരോ മണ്ടത്തരങ്ങൾ ഓരോ തവണയും കാണിച്ചു കൂട്ടുകയാണ് എന്ന് പറഞ്ഞ് രാഘവൻ നായരുടെ മുന്നിൽ ശാലിനിയെ ഒരു മരമണ്ടിയാണ് എന്ന് പറഞ്ഞ് ശാരദാമ്മ രാഘവൻ നായരുടെ മുന്നിൽ ശാലിനിയെ സമാധാനപ്പെടുത്തുമ്പോൾ രാഘവൻ നായർ പറഞ്ഞു, എല്ലാം ശരിയാകും, മോള് സങ്കടപ്പെടാതെ എന്ന് പറയുമ്പോൾ ശാരദാമ്മ ചോദിച്ചു, രാഘവേട്ട, നാളെ വിഷ്ണുവിന്റെ നിശ്ചയമാണെന്ന് പറഞ്ഞല്ലോ എന്ന് ചോദിച്ചപ്പോൾ രാഘവൻ നായർ ചോദിച്ചു, ശാരദാമ്മേ, നിശ്ചയോ? ഒന്ന് പോകാൻ പറ ശാരദാമ്മേ. വിഷ്ണുവിനും അവിടെയുള്ള മറ്റാർക്കും ഇഷ്ടമില്ലാതെ പെണ്ണിന്റെ വീട്ടുകാർക്കും സത്യഭാമയ്ക്കും മാത്രമായി അങ്ങനെ ഒരു വിവാഹ നിശ്ചയം നടത്താൻ കഴിയുമോ? എനിക്ക് ഒരു കാര്യത്തിൽ മാത്രം ഒരു തീരുമാനം അറിയണമായിരുന്നു. ഇവളെ ഒരു നോക്ക് എനിക്ക് കാണണമായിരുന്നു. ഇവളുടെ ഒരു വാക്ക് എനിക്ക് കേൾക്കണമായിരുന്നു. ഇവൾ സത്യഭാമയുടെ വീട്ടിലേക്ക് വന്ന് അവിടെ വന്ന് നിന്ന് വിവാഹ നിശ്ചയം നടക്കുമ്പോ ആ പെണ്ണിന്റെ മുന്നിലേക്ക് വന്ന് വിഷ്ണുവിന്റെ താലി കഴുത്തിലിട്ട് അവന്റെ ഭാര്യയായ എന്റെ പൊന്നുമോൾ അവിടേക്ക് വന്നു നിന്ന് നീ ആരാടി എന്ന് ചോദിച്ചാൽ അതോടെ തീരും. ഈ ആലോചനയും ഈ ബഹളവുമെല്ലാം അതോടെ തീരാനുള്ളതേ ഉള്ളൂ. സ്വന്തം ഭാര്യ വന്നാണ് അവിടെ വന്ന് നിൽക്കുന്നത്. പിന്നെ ആർക്കും വിഷ്ണുവിനെ തടഞ്ഞു നിർത്താനാവില്ല എന്ന് രാഘവൻ നായർ ശാലിനിയെ നോക്കി പറഞ്ഞു. എടി മോളെ, നീ വരില്ലേ? നിനക്ക് വരാൻ പറ്റില്ലേ? നീ വരണം. ജില്ലാ കളക്ടർ എന്നുള്ള സർവ പ്രൗഢിയോടും കൂടി നീ അവിടെ വന്നിറങ്ങണം എന്ന് ശാലിനിയോട് രാഘവൻ നായർ പറഞ്ഞു. അത് കേട്ടു നിന്ന ശാലിനി രാഘവൻ നായരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ വരാം അച്ഛാ, ഞാൻ വരാം. അത് കേട്ടതും ശാലിനിയുടെ ആ വാക്ക് കേട്ട രാഘവൻ നായർ സന്തോഷപൂർവ്വം ശാലിനിയോട് പറഞ്ഞു, മതി മോളെ, നിന്റെ ഈ ഒരു വാക്ക് മാത്രം മതി. ബാക്കിയെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. ബാക്കിയൊക്കെ ഈ കാരണവന്മാരുണ്ട്.
ഇനി ഈ കാരണവന്മാര് തന്നെ നോക്കിക്കോളും ഇനിയുള്ള കാര്യങ്ങളൊക്കെ എന്ന് രാഘവൻ നായർ ശാലിനിയോട് പറഞ്ഞു. അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു, എന്നാ രാഘവേട്ടന് ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞതും രാഘവൻ നായർ പറഞ്ഞു, എന്നാ എനിക്ക് കുറച്ചു നേരം ഇവിടെ വന്നിരിക്കണം എന്ന് പറഞ്ഞ് രാഘവൻ നായരെ പതിയെ ശാലിനി ആ സെറ്റിലേക്ക് പിടിച്ചിരുത്തി. അപ്പോഴേക്കും ശാലിനിയും അവിടെ ഇരിക്കുമ്പോൾ രാഘവൻ നായർ പറഞ്ഞു, പക്ഷേ എനിക്ക് ചായ ഇട്ടുകൊണ്ട് വരേണ്ടതേ ഈ ഇരിക്കുന്ന എൻ്റെ മോള് തന്നെയാ. കാരണം വലിയ കളക്ടറൊക്കെ ആയൊക്കെ കാണും, പക്ഷേ ഈ രാഘവൻ നായരുടെ മരുമോളാകാനുള്ള യോഗ്യതയുണ്ടോ എന്ന് ഈ ഒരു ചായ ഇട്ടുകൊണ്ട് വരുമ്പം വേണം എനിക്കറിയാൻ. അതുകൊണ്ട് ചായ ഇടുന്നത് സൂക്ഷിച്ചൊക്കെ വേണം. ഈ രാഘവൻ നായരുടെ മരുമോളാകാനുള്ള യോഗ്യത ഇപ്പോഴും ഉണ്ടോ എന്ന് എനിക്കൊന്ന് അറിയണല്ലോ എന്ന് രാഘവൻ നായർ പറയുമ്പോൾ അത് കേട്ട് ചിരിച്ചുകൊണ്ട് ശാലിനി രാഘവൻ നായരെ നോക്കി. രാഘവൻ നായർ പൊട്ടി ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ശാലിനിയെ നോക്കി ശാരദാമ്മ പറഞ്ഞു, ചെന്നിട്ടുകൊണ്ട് വാടി മോളെ. അത് കേട്ടതും ശാലിനി സന്തോഷത്തോടെ അകത്തേക്ക് പോകുമ്പോൾ രാഘവൻ നായർ ശാരദാമ്മയോട് പറഞ്ഞു, പാവം കുട്ടി, പാവം, തനിയെ നീറി എത്ര വേദന സഹിച്ചു എൻ്റെ മോള് എന്ന് രാഘവൻ നായർ സങ്കടത്തോടെ ശാലിനിയുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചു. രാഘവൻ നായരും ശാരദാമ്മയും വലിയൊരു പ്രശ്നത്തിന് പരിഹാരമായ സമാധാനത്തിൽ നോക്കി രാഘവൻ നായരെ നോക്കി നിൽക്കുമ്പോൾ ശാലിനി നേരെ പൂജാമുറിയിലേക്ക് എത്തി. തൻ്റെ വേദനകൾക്കും തൻ്റെ ആശങ്കകൾക്കും പരിഹാരമായി എന്ന സമാധാനത്തിൽ ഭഗവാന്റെ മുന്നിലെത്തി പ്രാർത്ഥനയോടെ ഇന്നത്തോടെ എല്ലാം കലങ്ങി തെളിയാൻ പോകുന്നുവെന്നും നാളെ തൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുകയാണ് എന്ന സമാധാനത്തിൽ കൈകൂപ്പി ആ ഭഗവാനോട് നന്ദി അറിയിക്കുന്നു. പിന്നീട് രാഘവൻ നായരെ ഇത്രയും നേരമായിട്ടും കാണാത്തതിന്റെ ആശങ്കയിൽ വാതിക്കൽ തന്നെ കാത്തു നിൽക്കുകയാണ് പിള്ളാച്ചൻ. അല്ല, ഇതെങ്ങോട്ട് പോയി കാണും ഈ സാറ് എന്ന് ആലോചിച്ച് അങ്ങനെ പിള്ളാച്ചൻ നിൽക്കുമ്പോൾ മുറ്റത്തേക്ക് ഒരു ടാക്സി വരുന്നത് കണ്ടു. ആ ടാക്സി വന്ന് നിർത്തിയതും അതില് രാഘവൻ നായർ ഉണ്ടാകുമെന്ന് പിള്ളാച്ചന് മനസ്സിലായി. കാറിൽ നിന്ന് രാഘവൻ നായർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഡ്രൈവറും പതിയെ പിന്നാലെ എത്തി രാഘവൻ നായരെ പിടിച്ചിറക്കാനായി സഹായിക്കുന്നു. അപ്പോൾ അരികിലേക്ക് എത്തിയ പിള്ളാച്ചൻ ഡ്രൈവറോട് പറഞ്ഞു, വേണ്ട, സാറിനെ ഞാൻ കൊണ്ടുപോയിക്കോളാം. അല്ല, അയാളുടെ വണ്ടിക്കൂലിയൊക്കെ കൊടുത്താണോ സാറേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും രാഘവൻ നായർ പറഞ്ഞു, ഓ, അതൊക്കെ ഫോൺ വഴിയൊക്കെ നടപ്പിലാക്കി എന്ന് പറഞ്ഞു. അത് കേട്ടതും രാഘവൻ നായരെ പിടിച്ചുകൊണ്ട് പിള്ളാച്ചൻ നേരെ സിറ്റ് ഔട്ടിലേക്ക് എത്തി. അപ്പോഴേക്കും പിള്ളാച്ചൻ ചോദിച്ചു, അല്ല സാറേ, സാർ ഇത് എവിടെ പോയതായിരുന്നു? കുറെ നേരമായി എന്നെ സത്യമ്മ ചോദ്യം ചെയ്യുകയായിരുന്നു. തലങ്ങും വിലങ്ങും പോലീസ് മുറിയിലുള്ള ചോദ്യം ചെയ്യലായിരുന്നു. സാറിനെ കാണാതായതിന്റെ പേരിൽ ഞാൻ സാറ് പറഞ്ഞിട്ട് ഒരു ടാക്സി ഓർഡർ ചെയ്ത് തന്നു എന്ന് മാത്രം ഞാൻ പറഞ്ഞിട്ടും ഞാൻ വെറുതെ കള്ളം പറയുന്നതാണെന്നും എനിക്ക് കാര്യങ്ങൾ അറിയാവുന്നും സാർ എങ്ങോട്ടാ പോയതെന്ന് എനിക്കറിയാവുന്നും ഞാൻ പറയാത്തതാണെന്നും പറഞ്ഞ് എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. ഇനിയും സാറ് വൈകിയിരുന്നെങ്കിൽ ശരിക്കും എന്നെ സത്യാമ്മ കൊന്നേനെ. ആ അവസ്ഥയിലായിരുന്നു എന്ന് രാഘവൻ നായരോട് പിള്ളാച്ചൻ തന്റെ പരാതി പറയുന്നു. അതെല്ലാം കേട്ട് നിന്ന രാഘവൻ നായർ പിള്ളാച്ചനെ ഒന്ന് നോക്കി ഒന്നും മറുപടി ഒന്നും പറയാതെ അങ്ങനെ ഇരിക്കുമ്പോൾ അവിടേക്ക് സത്യഭാമ എത്തി. ആഹാ, വന്നോ ആള് എന്ന് ചോദിച്ചുകൊണ്ട് രാഘവൻ നായർ അരികിലേക്ക് സത്യഭാമ വരുന്നു. രാഘവൻ നായരെയൊക്കെ നോക്കിയിട്ട് സത്യഭാമ ചോദിച്ചു, അല്ല, എവിടെയായിരുന്നു രാഘവേട്ട ഇത്രയും നേരം? അപ്പോഴേക്കും രാഘവൻ നായർ പറഞ്ഞു, ഞാനൊന്ന് പുറത്തേക്ക് പോയതാ. അല്ല, ഞാനിവിടെ വീട്ടു തടങ്കലിലൊന്നും അല്ലല്ലോ. ഇവിടെ ജയിലിൽ കിടക്കുന്ന കുറ്റവാളിയോ തടവുകാരനോ ഒന്നും അല്ലല്ലോ. എനിക്കെന്താ ഇവിടെ നിന്ന് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ഞാൻ പോകുന്നു എന്നൊക്കെ എഴുതി വെച്ചും പറയാനും ഒക്കെ എന്ന് രാഘവൻ നായർ ചോദിച്ചതും സത്യഭാമ പറഞ്ഞു, അതല്ല രാഘവേട്ട, ഈ രാഘവേട്ടന് സുഖമില്ലാത്തതല്ലേ, അതുകൊണ്ട് എവിടെയെങ്കിലും വീണാലോ, അതുകൊണ്ട് ചോദിച്ചതാ എന്ന് പറഞ്ഞപ്പോ രാഘവൻ നായർ പറഞ്ഞു, എനിക്കത്ര പ്രശ്നമൊന്നുമില്ല, പറഞ്ഞ് നിങ്ങൾ എന്നെ ഒരു അസുഖക്കാരനാക്കാതിരുന്നാ മതി എന്ന് പറഞ്ഞപ്പോ രാഘവൻ നായരെ നോക്കി സത്യഭാമ ചോദിച്ചു, അത് ശരി, അപ്പൊ പിന്നെ എന്തിനാ ഈ ഊന്നുവടി എന്ന് ചോദിച്ചപ്പോ രാഘവൻ നായർ പറഞ്ഞു, ഊന്നുവടിയുടെ ആവശ്യമൊന്നും ഇല്ല ഭാമേ. മനസ്സിന് ധൈര്യം ഉണ്ടെങ്കിൽ മനസ്സിന്റെ കരുത്താണ് അത് ശരീരത്തിനും പകർന്നു കിട്ടുന്നത്. മനസ്സിന് കരുത്തുണ്ടെങ്കിൽ ആ ശരീരത്തിനും ആ കരുത്തുണ്ടാവും. എന്റെ ഒരു വശം മാത്രമേ തളർന്നിട്ടുള്ളൂ ഭാമേ. സ്ത്രീയും പുരുഷനും ഒന്നു ചേരുമ്പോഴാണ് പൂർണ്ണതയുള്ള അർദ്ധനാരീശ്വര സങ്കല്പം. അതിൽ എന്റെ ഒരു വശം തളർന്നു, അത്രേ ഉള്ളൂ എന്ന് രാഘവൻ നായർ പറഞ്ഞത് കേട്ട് സത്യഭാമ ചോദിച്ചു, ഓ, അങ്ങനെ ഒരു വശം തളർന്നെന്ന് പറഞ്ഞാൽ അത് ഞാനാണെന്നല്ലേ പറഞ്ഞു വന്നത് എന്ന് ചോദിച്ചപ്പോ അതെനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് സത്യഭാമ പറഞ്ഞപ്പോ രാഘവൻ നായർ ചോദിച്ചു, അത് ഭാമേ, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ആദ്യം തളർന്നു വീണതേ പ്രീതിയുടെ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടായ സമയത്താ. അന്ന് അവിടെ ഉണ്ടായ ചെറിയൊരു പ്രശ്നത്തിൽ ഭാമേ നീ കയറി ഇടപെട്ടു. അത് വലിയൊരു പ്രശ്നമായി മാറി. അവളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. അപ്പോഴാണ് ഞാൻ അവിടെ തളർന്നു വീണത്.
അതിനുശേഷം വീണ്ടും ദാ നമ്മുടെ മകന്റെ ജീവിതത്തിലും നീ കോലിട്ടിളക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ രാഘവൻ നായരെ നോക്കി സത്യഭാമ ചോദിച്ചു, ഓ അതാണോ ഇപ്പോഴത്തെ പ്രശ്നം? അതെ എന്ന് ചോദിച്ച് രാഘവൻ നായർ അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോ സത്യഭാമ പറഞ്ഞു, എന്നാലേ ഒന്ന് കേട്ടോ, ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ശരി, വിഷ്ണുവും മധുശ്രീയും തമ്മിലുള്ള വിവാഹം നടക്കുക തന്നെ ചെയ്യും. നാളെ വിവാഹ നിശ്ചയം നടക്കും. ഈ സത്യഭാമയാ പറയുന്നത്. അതിന് ആര് മുന്നിട്ടിറങ്ങിയാലും ശരി, ആരൊക്കെ അത് മുടക്കാൻ നോക്കിയാലും ശരി എന്ന് പറയുമ്പോ രാഘവൻ നായർ പറഞ്ഞു, നടക്കില്ല ഭാമേ. അങ്ങനെ രാഘവൻ നായരും സത്യഭാമയും തമ്മിൽ പരസ്പരം വെല്ലുവിളിച്ചു നിൽക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് അവിടെ സിറ്റൗട്ടിലേക്ക് ശ്യാമ എത്തുന്നു.